ഗുഡ് ഈവനിങ് എവ്രി വൺ. സോ എൻ്റെ പേര് ബോൺസ് ജോസഫ്, ആലപ്പുഴയാണ് സ്വദേശം. എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. കൊച്ചിയിലൊരു IT ഫേമിൽ ട്രെയിനറായിട്ടും ഫ്രീലാൻസ് നെറ്റ്വർക്ക് എഞ്ചിനീയറായിട്ടും നെറ്റ്വർക്ക് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. 11 വർഷമായ എംപ്ലോയി കോർഡിനേറ്ററിൽ ജോലിയോടൊപ്പം ഈ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിറ്റി കൊമേഴ്സിൻ്റെ ഭാഗമായിട്ട് ലൈഫായിട്ട് ഡ്രീമായിട്ട് ഏറ്റവും പാഷനേറ്റ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ഹാപ്പിയാണ്. ഞാൻ ഓരോ എക്സ്പീരിയൻസുകൾ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് എല്ലാവരും സ്ട്രഗിൾസിനെ കുറിച്ചും പ്രോബ്ലംസിനെ കുറിച്ചും മാത്രം സംസാരിക്കുന്ന ഒരു ക്രൗഡ് ഇവിടെ വന്ന് അഡ്രസ്സ് ചെയ്യാന്നുള്ളത്. ഞാൻ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ലൈഫിൽ ഒരേ ഒരു തവണ മാത്രമേ ഞാൻ എൻ്റെ റിയൽ സ്റ്റോറി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ, ഒരേ ഒരു തവണ. അന്ന് എനിക്ക് തോന്നുന്നൊരു കമന്റ് എന്ന് പറയുന്നത്, നോ ഇത് അൺബിലീവബിൾ ആണ്, ഇത് ഫേക്ക് ആണ്, ഇത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതിൽ സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, അപ്പൻ ആക്രി പെറുക്കിയാണ് വളർത്തിയത്, അമ്മ 4 വീട്ടിൽ അടുക്കള പണിക്ക് പോയിട്ടാണ് ഒരേ സമയം 4 വീട്ടിൽ അടുക്കള പണിക്ക് പോയിട്ടാണ് മക്കളെ പഠിപ്പിച്ചത്. കടം കയറി എല്ലാം വിറ്റുപോയി. 9ാമത്തെ വാടക വീട്ടിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാജ് സാറിനെ പരിചയപ്പെടുന്നതും എന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി 5500 രൂപ വാടക, അതിനുവേണ്ടി മാത്രം ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്സാണ്. 13,000 രൂപ സാലറി ഉള്ളപ്പോൾ ഒരു 5500 റുപ്പീസ് എൻ്റെ വീടിൻ്റെ റെന്റ് പേ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടി അതിനുവേണ്ടി മാത്രം സ്റ്റാർട്ട് ചെയ്തു. 30,000 രൂപ കടം വാങ്ങിയിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് വന്നത്. 30,000 റുപ്പീസ്. സത്യമാണ്, 9ാമത്തെ വാടക വീട്ടിലാണ്. കുറേ സ്വപ്നങ്ങൾ പഠിപ്പിച്ചു. ഒരു ഗ്രേറ്റ് പേഴ്സണെ പരിചയപ്പെട്ടു, മിസ്റ്റർ ബൈജു മാത്യു. മെന്റർ ചെയ്തു. വളരാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ശ്രീജിത്ത് നായർ എന്ന് പറയുന്നൊരു ലെജൻഡറി പേഴ്സൺ. ഇടയ്ക്ക് 2-3 കോള് മാത്രമേ വന്നിട്ടുള്ളൂ. ഒരുപാട് ഇൻസ്പയർ ചെയ്ത ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ക്യാപ്റ്റൻ. തീർച്ചയായിട്ടും ഞാൻ വരികയാണ് ഓരോ കാര്യങ്ങളിലേക്ക്. അവിടെ നിന്ന് തുടങ്ങിയപ്പോൾ എനിക്കറിയില്ല, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, സെയിൽസിൽ എക്സ്പീരിയൻസ് ഇല്ല, മാർക്കറ്റിംഗിൽ എക്സ്പീരിയൻസ് ഇല്ല, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നിന്നുള്ളതല്ല, എന്നെ റിജക്ട് ചെയ്തതല്ല